So the next Wonder Woman onto the stage. Ladies and gentlemen, please put your hands together. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോയുടെ നെറുകയിൽ ഇന്ത്യൻ പതാക നാട്ടിയ പ്രവാസി വനിത. ലക്ഷ്യമല്ല, യാത്രയാണ് പ്രധാനം. യാത്ര കൊണ്ടെത്തിക്കുന്നിടത്ത് കൊടിനാട്ടി അവൾ തിരികെ മടങ്ങും. മനസ്സും ശരീരവും പ്രകൃതിക്ക് സമർപ്പിച്ച് സ്വപ്ന മലകയറ്റം തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞു. കുട്ടിക്കാലത്ത് ഉപ്പയുടെ കൈപിടിച്ച് ഗൂഡല്ലൂരിലെ എസ്റ്റേറ്റുകളിലേക്ക് നടത്തിയ യാത്രകളാണ് സ്വപ്ന ഇബ്രാഹിം എന്ന പർവ്വതാരോഹകയെ വാർത്തെടുത്തത്. Since childhood, this was induced into me by my father. He says that നമ്മളെ ചുറ്റുമുള്ള നേച്ചർ തന്നെ എല്ലാത്തിനുള്ള ആൻസേഴ്സ് കിട്ടും. You feel that you're so small in front of these majestic mountains. So whatever you have, that might be troubling you at some point, just vanishes in thin air. And you feel at one, peace within yourself. സാഹസികതയും കായിക ആവേശവും ചെറുപ്പത്തിൽ തന്നെ കരുത്താക്കി മാറ്റിയ വനിത. ദുർഘട പാതകൾ താണ്ടി പശ്ചിമഘട്ടത്തിൻ്റെയും ഹിമാലയത്തിൻ്റെയും ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്തവൻ. ആഫ്രിക്കയിലും ഇന്തോനേഷ്യയിലും യൂറോപ്പിലുമെല്ലാം സഞ്ചരിച്ച് കൊടുമുടി കയറ്റം ശീലമാക്കിയവൻ. കാണുന്ന കാഴ്ചകളേക്കാൾ മനോഹരമായി മറ്റെന്താണ് ഈ ലോകത്തുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന സഞ്ചാരങ്ങൾ. In the middle of the night, നമ്മുടെ tents ഒക്കെ, it fell on us. And we were like, I think 15 of us. So നമ്മൾ ആ സമയത്ത് I never knew that I loved the snow so much. That was my first experience of snow. So while some of us were, fearful, I started dancing in the snow. മിനി ഊട്ടി മലനിരകളിൽ നിന്നും കിളിമഞ്ചാരോ വരെ നീളുന്ന സാഹസിക യാത്രകൾ. സ്വപ്നങ്ങൾക്ക് വിലക്കുള്ള കാലത്ത് ഉയരങ്ങളിലേക്ക് നടത്തിയ ഉപ്പ തന്നെയാണ് സ്വപ്നയുടെ റോൾ മോഡൽ. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ചെമ്പ്രമലയും ജോർജിയയിലെ ചൗക്കി കൊടുമുടിയും മുതൽ കിളിമഞ്ചാരോ എന്ന വലിയ സ്വപ്നവും 11-കാരിയായ മകൾ സമാറയോടൊപ്പമാണ് ഈ അമ്മ കീഴടക്കിയത്. From Uttarakhand, I went next to Kilimanjaro with my 11-year-old daughter. She was asking me for a trek. So I thought I'll give her a gift of a lifetime. It was magical. നമ്മൾ Alice in Wonderland എന്നൊക്കെ പണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, something like that. In Kilimanjaro, you see 5 different terrains on the same trail. In the middle of the night, you could see a million stars. And I come out of the tent while my daughter was, sitting and resting. And then she followed me through. And we were just watching the stars. And നമ്മൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്ത ഒരു moment in time. I think it was frozen forever in our memory. So as I said, these kind of memories you get only with, being in tune with nature. ഒരേ സമയം ഒന്നിലധികം ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരക്കേറിയ ഒരു സംരംഭക. 2 കുട്ടികളുടെ അമ്മയ്ക്ക് മനസ്സിനൊപ്പം നടക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? പ്രവാസ ലോകത്ത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നവരോട് ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഒരേ ഒരു തവണ ഒന്നിറങ്ങി നടക്കാൻ. You are feeding your body with a good workout. You're feeding your soul with good scenery, positive vibes, fresh air, and good breathing exercise. So at the end of the day, what is the message you're giving out to the world? As a woman, as a mother, as a human being, I think you are telling that, this is the way to live. Back to the early ages. And I don't think there's any better way to live. Instead of being a boxed area, doing the treadmill, instead of being in a boxed area, working out, I would any day prefer working out in this vast expanse of nature. അടുത്ത ലക്ഷ്യം യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ മൗണ്ട് എൽബ്രസ് ആണ്. മനസ്സും ശരീരവും യാത്രയ്ക്കായി പാകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതുവരെ കണ്ട കാഴ്ചകളും ജീവിതാനുഭവങ്ങളും കോറിയിട്ട സ്വപ്നയുടെ പുസ്തകം ദി ഗേൾ ഹു ക്ലൈംബ് മൗണ്ടെയ്ൻസ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. സ്വപ്നങ്ങൾ ഓരോന്നായി കീഴടക്കി മുന്നേറുന്ന സ്വപ്ന നിങ്ങളാണ് എഡിറ്റോറിയൽ ട്രൂത്ത് കെയർ ഫാർമസി വണ്ടർ വുമൺ അവാർഡിലേക്ക് ഞങ്ങൾ തെരഞ്ഞെടുത്ത മറ്റൊരു വനിത.
നമ്മൾ ഓരോരുത്തരിലും there is a wonder woman hidden. അപ്പോൾ ഓരോ പ്രതിസന്ധികളും if you are able to find a beautiful journey filled with positivity, there lies your success, and there you will weave your unique success story. Thank you.